തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിലാണ് തീപിടിച്ചത്. ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. 3 നില കെട്ടിടമായിരുന്നു അത്. ട്രാൻസ്ഫോമറിനാണ് തീ പടർന്നത്. ഏകദേശം തീ അണച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി മനീഷ് മഹിവാൽ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. മനീഷ്, തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞോ? ആളപായമൊന്നും ഉണ്ടായിട്ടില്ല, അത്യാഹിതമൊന്നും സംഭവിച്ചില്ല എന്നുകൂടി വാർത്ത വരുന്നു. വിശദാംശങ്ങൾ. SKN കുറച്ചു മുൻപാണ് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ കണ്ണേറ്റുമുക്കിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. യൂണിവേഴ്സൽ ഫാർമ എന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിനാണ് തീ പിടിച്ചത്. ഇവിടെ ആളപായമില്ല. പക്ഷേ ഇപ്പോൾ ഈ 3 നില കെട്ടിടമാണ്. ഈ 3 നില കെട്ടിടത്തിന്റെ 2ാം നിലയിൽ ഇപ്പോഴും തീ ഉണ്ട്. തീ പൂർണ്ണമായി അടയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. നേരത്തെ വൈകിട്ട് 6 മണിയോട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരൊക്കെ തന്നെ ഇവിടെ നിന്ന് പോയിരുന്നു. പിന്നീട് ഇതിനകത്ത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളൊക്കെ ഒത്തിരി ഉള്ളതാണ്. പക്ഷേ എങ്ങനെ തീ പിടിച്ചു എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് അല്ലെങ്കിൽ അത്തരം വിവരം നിലവിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ ലൈൻ ഉണ്ട്. ഈ നിലവിൽ 3 നില കെട്ടിടത്തിന്റെ തൊട്ടടുത്ത് തന്നെ ലൈൻ, KCBയുടെ ലൈൻ കടന്നു പോകുന്നുണ്ട്. ആ ലൈനിൽ നിന്നും തീ പടർന്നതാകാമെന്നാണ് സംശയിക്കുന്നത്. 2ാമത്തെ നിലയിൽ ഇപ്പോഴും തീ ഉണ്ട്. പക്ഷേ മഴയുള്ളത് കൊണ്ടൊക്കെ തന്നെ തീ പടർന്നില്ല എന്നാണ് നിലവിൽ ഫയർഫോഴ്സ് പറയുന്നത്. നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയാണ് ആദ്യഘട്ടത്തിൽ തീ അണച്ചത്. നിലവിൽ തീ ഇപ്പോഴുള്ള അഗ്നി നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റാളപായം ഒന്നുമില്ല. ഇവിടെയുള്ള നാട്ടുകാരാണ് ഇവിടെ ആദിച്ചത്. എങ്ങനെ ഈ തീപിടുത്തമുണ്ട്? അറിയില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ടാ വന്നത്. കൗൺസിലറാണ്. ഞാൻ ഉണ്ടായിരുന്നു. ഞാനാ പോലീസിനെയൊക്കെ വിളിച്ചത്. ഒരു 8:20 കൂടിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. 8:20 കൂടിയാണ് തീ കണ്ടു തുടങ്ങിയത് ഞങ്ങൾ. അപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് തുടങ്ങിയതാണ്. പിന്നെ പെട്ടെന്ന് വിത്ത് സെക്കൻഡിൽ തന്നെ അങ്ങ് പടരാൻ തുടങ്ങി. ഒരു 8:30 ആയപ്പോഴത്തേക്ക് നല്ല പടർന്നു. 3 നിലയിൽ നിന്ന് ഇങ്ങനെ തീ പടർന്നിട്ട് കുറിച്ചാണ് പറഞ്ഞത്. തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.